ലെറ്റ്സ് മേക്ക് ആലിയ ഭട്ട് വൈറൽ കേക്ക്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാട്ടോ ഇത്. കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു അരിപ്പെടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് മൈദ, ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല മരിച്ചെടുക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ല മിക്സ് ആക്കിയെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പറ്റിയൊരു ബൗളെടുത്ത് 3 എഗ് വൈറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇടയിൽ കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത് നല്ല ഫ്ലഫി ആക്കി വരണം. ഫ്ലഫിയായി വന്നതിന് ശേഷം മുട്ടയുടെ മഞ്ഞ ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡിൽ മിക്സ് ചെയ്തെടുക്കുക. മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം പാലും ഓയിലും മിക്സ് ചെയ്തത് അതിലേക്ക് കുറച്ച് ഒഴിച്ച് അതും മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നല്ല മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് ബാറ്റർ വരുന്ന സമയത്ത് കേക്കിൻ്റെ ഒരു ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി ഇതേമാതിരി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയറിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാൽ കേക്ക് റെഡി. നല്ല സോഫ്റ്റ് കേക്ക് വരും കേട്ടോ. എയർ ഫ്രയറിൽ നല്ല അടിപൊളി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കേക്ക് തണുത്തതിന് ശേഷം അതിൽ നിന്നും നമുക്ക് വിടർത്തിയെടുക്കാം. ഇതേ നോക്കി നോക്ക്, എന്ത് സോഫ്റ്റുള്ള കേക്കാണെന്ന് നിങ്ങളെന്നെ നോക്കി നോക്ക്. നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അതിനുശേഷം ഒരു കപ്പ് എടുത്ത് അതിലേക്ക് 1/2 കപ്പ് പാല്, 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേമാതിരി ടൂത്ത് പിക്ക് വെച്ച് കേക്ക് നല്ല കുത്തി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മേലിൽ ഇതേമാതിരി ക്രീം ഒഴിക്കുമ്പോൾ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇത് കുറച്ച് നേരം തണുപ്പിക്കാൻ വെക്കാം. അത് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ബൗളെടുത്ത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് തണുത്ത് വന്നാൽ നമുക്കതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഞാൻ വലിയ ബേക്കറൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ നല്ല വൃത്തിക്കൊന്നും ചെയ്യാൻ വയ്ക്കില്ല. ഞങ്ങൾക്ക് കഴിയുന്ന മാതിരി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല വൃത്തിക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാം കേട്ടോ കേക്ക്. എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ മുന്തിരി വെച്ചാട്ടോ ഡെക്കറേറ്റ് ചെയ്ത്. നിങ്ങൾക്ക് ബ്ലൂബെറി ഉപയോഗിക്കാം. പിന്നെ കുറച്ച് സ്ട്രോബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അത്ര ഇഷ്ടമാവും നിങ്ങൾക്ക്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.